നമസ്കാരം. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും ചിലപ്പോൾ വീട്ടിൽ പണം തങ്ങി നിൽക്കാറില്ല അല്ലേ? എപ്പോഴും എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ കുടുംബത്തിൽ അനാവശ്യമായ വഴക്കുകൾ. ഇതിനൊക്കെ കാരണം നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിൽ നമ്മൾ വരുത്തുന്ന ചില വലിയ തെറ്റുകളാവാം. ഒരു വീടിൻ്റെ ഐശ്വര്യവും സമ്പത്തും നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് ഭാഗം. ഇവിടെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കുടുംബത്തിന് വലിയ ദോഷം ചെയ്യും. അതേസമയം ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും ഒഴുകിയെത്തുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ? ഇത് വെറുമൊരു വാസ്തുടിപ്പ് മാത്രമല്ല. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് 3 വർഷം മുമ്പ് ഒരു പുതിയ വീട് വെച്ച് താമസം മാറി. തുടക്കത്തിലെല്ലാം നന്നായി പോയെങ്കിലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ആ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ബിസിനസ്സിൽ വലിയ നഷ്ടം, കയ്യിൽ പണം ഒട്ടും നിൽക്കാത്ത അവസ്ഥ, പോരാത്തതിന് വീട്ടിൽ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകൾ. എന്തിനേറെ പറയുന്നു, ആ വീടിൻ്റെ നാഥന് നിരന്തരമായി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. അവർ പല വഴികളും നോക്കി, പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ സമയത്താണ് ഒരു വാസ്തു വിദഗ്ധൻ അവരുടെ വീട് വന്ന് കാണുന്നത്. അദ്ദേഹം വീടിൻ്റെ ഓരോ ഭാഗവും പരിശോധിച്ച ശേഷം നേരെ പോയത് അവരുടെ വീടിൻ്റെ കന്നിമൂലയിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. അവർ വീടിൻ്റെ കന്നിമൂല ഭാഗത്തായി താൽക്കാലികമായി കുറേ പഴയ ഇരുമ്പ് സാധനങ്ങളും വേസ്റ്റ് പൈപ്പുകളും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിരുന്നു. പോരാത്തതിന് വീടിൻ്റെ ആ ഭാഗത്ത് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ച് താഴ്ന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവർ ഉടൻ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന വേസ്റ്റുകളെല്ലാം മാറ്റി അവിടെ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ അവിടെ ഒരു വെളിച്ചവും നൽകി. എന്തായാലും വെറും 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറി. സാമ്പത്തികമായി വലിയൊരു പുരോഗതി അവർക്കുണ്ടായി. വീടിനുള്ളിലുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളും എല്ലാം അവർക്ക് മാറി. അപ്പോൾ നമ്മൾ ചെറിയൊരു കാര്യത്തിൽ വരുത്തുന്ന വീഴ്ച എത്ര വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാതിരിക്കാൻ കന്നിമൂലയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കന്നിമൂലയിൽ നമ്മൾ വരുത്തുന്ന വീട്ടിൽ ദോഷം വരുത്തി വയ്ക്കുന്ന ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയിൽ ഒരിക്കലും ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ വരാൻ പാടില്ല. ഇത് വീട്ടിലെ പോസിറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുകയും സാമ്പത്തിക തകർച്ചയ്ക്കും രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. കന്നിമൂലയിൽ കിണറോ കുളമോ ഭൂഗർഭ വാട്ടർ ടാങ്കോ ഉണ്ടാകുന്നത് ഈ ഭാഗത്ത് വെള്ളം വരുന്നത് രാഹുദോഷത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. ഇത് കുടുംബനാഥൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. പലരും വീടിൻ്റെ കന്നിമൂല ഭാഗം വല്ല വേസ്റ്റും ഇടാനോ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിക്കാനോ ഉള്ള ഒരു ഡംപിംഗ് ആയി മാറ്റാറുണ്ട്. ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കും. കടബാധ്യതകൾ കൂടാൻ ഇത് കാരണമാകും. വീടിൻ്റെ കന്നിമൂല ഭാഗം മറ്റു വശങ്ങളെ അപേക്ഷിച്ച് താഴ്ന്നു കിടക്കാൻ പാടില്ല. അത് എപ്പോഴും അല്പം ഉയർന്നു നിൽക്കുന്നതാണ് ഉത്തമം. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും പണവും നിറയാൻ കന്നിമൂലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കാം. വീടിൻ്റെ കന്നിമൂലയിൽ എപ്പോഴും കുടുംബനാഥൻ്റെയോ പ്രധാനപ്പെട്ട വ്യക്തികളുടെയോ കിടപ്പുമുറി വരുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇത് കുടുംബത്തിന് ഒരു സ്റ്റെബിലിറ്റിയും സാമ്പത്തിക ഭദ്രതയും നൽകും. നിങ്ങളുടെ വിലപിടിപ്പുള്ള രേഖകൾ, സ്വർണം, പണം എന്നിവ സൂക്ഷിക്കുന്ന അലമാര കന്നിമൂലയിൽ വെക്കുക. അത് വടക്ക് ദിക്കിലേക്ക് അഭിമുഖമായി തുറക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. വടക്ക് കുബേരൻ്റെ ദിക്കായതുകൊണ്ട് ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കന്നിമൂല എപ്പോഴും ഭാരമുള്ളതായിരിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ, സ്വർണം, പണം എന്നിവ സൂക്ഷിക്കുന്ന അലമാര കന്നിമൂലയിൽ വെക്കുക. അത് വടക്ക് ദിക്കിലേക്ക് അഭിമുഖമായി തുറക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. വടക്ക് കുബേരൻ്റെ ദിക്കായതുകൊണ്ട് ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കന്നിമൂല എപ്പോഴും ഭാരമുള്ളതായിരിക്കണം. വലിയ അലമാരകളോ ഫർണിച്ചറുകളോ ഈ ഭാഗത്തിടുന്നത് വീടിന് നല്ലതാണ്. കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വൈകുന്നേരങ്ങളിൽ ഈ ഭാഗത്ത് ഇരുട്ടുണ്ടാകരുത്. നല്ല വെളിച്ചമുള്ള ഒരു ബൾബ് ഇടുകയോ സാധ്യമെങ്കിൽ ഒരു വിളക്ക് തെളിയിക്കുകയോ ചെയ്യുന്നത് വലിയ പോസിറ്റീവ് എനർജി തരും. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കന്നിമൂലയിൽ എന്തെങ്കിലും വാസ്തുദോഷമുണ്ടെന്ന് തോന്നിയാൽ പേടിക്കേണ്ടതില്ല. വലിയ ചെലവില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില രഹസ്യ പരിഹാരങ്ങൾ കൂടെയുണ്ട്. കന്നിമൂലയുടെ ദിക്കായ തെക്ക് പടിഞ്ഞാറിനെ നിയന്ത്രിക്കുന്നത് രാഹുവും ഗുരുവുമാണ്. അതിനാൽ ഈ ഭാഗത്തെ ചുവരുകൾ മഞ്ഞയോ പ്രകാശമുള്ള ക്രീം നിറമോ നൽകുന്നത് വളരെ ഉത്തമമാണ്. ഈ ഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള കർട്ടനുകളോ ചിത്രങ്ങളോ ഉപയോഗിക്കുന്നത് അവിടുത്തെ നെഗറ്റീവ് ഊർജ്ജത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഈ ഭാഗത്ത് ഇൻഡോർ പ്ലാന്റുകൾ വെക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് മണി പ്ലാന്റ് അല്ലെങ്കിൽ ഭാരമുള്ള ചട്ടികളിൽ വളർത്തുന്ന വലിയ ഇലകളുള്ള ചെടികൾ. ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗത്ത് കള്ളിച്ചെടി പോലുള്ള മുള്ളുകളുള്ള ചെടികളോ പാൽ വരുന്ന ചെടികളോ വെക്കരുത്. അത് ദോഷം ചെയ്യും.
കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്ന് വലിയ വാസ്തുദോഷം അനുഭവിക്കുന്നവർക്ക് ചെയ്യാനൊരു എളുപ്പ വഴിയുണ്ട്. ഒരു ചെറിയ കളിമൺ പാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ അല്പം കല്ലുപ്പ് നിറച്ച് ഈ മൂലയിൽ വെക്കുക. ഈ ഉപ്പ് അവിടുത്തെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കും. ആഴ്ചയിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റി പുതിയത് വെക്കണം. വാസ്തുശാസ്ത്രപ്രകാരം അന്തരിച്ചു പോയ പിതൃക്കളുടെ ചിത്രങ്ങൾ വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വീടിൻ്റെ കന്നിമൂലയാണ്, തെക്ക് പടിഞ്ഞാറ് ചുവര്. ഇവിടെ ചിത്രങ്ങൾ വെച്ച് വണങ്ങുന്നത് പിതൃക്കളുടെ അനുഗ്രഹമുണ്ടാകാനും കുടുംബത്തിലെ തടസ്സങ്ങൾ മാറാനും സഹായിക്കും. എന്നാൽ ഇതൊരിക്കലും പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. കന്നിമൂല എന്നത് ഭൂമി ദേവതയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സ്ഥിരതയും ഭാരവും വേണം. വീട് പണിയുമ്പോൾ കന്നിമൂല ഭാഗത്തെ ചുവരുകൾക്ക് മറ്റ് ചുവരുകളേക്കാൾ അല്പം കനം കൂട്ടുന്നത് പണ്ടുകാലം മുതലുള്ള ഒരു രഹസ്യ വാസ്തുരീതിയാണ്. അപ്പോൾ നമുക്ക് കന്നിമൂലയിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കണ്ടല്ലോ. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ വാടകയ്ക്കാണ് താമസം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇതിനകം കന്നിമൂലയിൽ ടോയ്ലറ്റോ മറ്റോ വന്നുപോയി, ഇനിയിപ്പോൾ അത് പൊളിച്ചു മാറ്റാൻ പറ്റില്ല, ഞങ്ങൾ എന്തു ചെയ്യും എന്ന്. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത്. ഇതുപോലെ പല തെറ്റുകളും ഓരോ കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവുക അല്ലേ. നമ്മൾ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കടങ്ങളാണ്, അല്ല എങ്കിൽ ഒന്നിനും തികയുന്നില്ല എന്നൊരവസ്ഥ പല വീടുകളിലും ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരാവശ്യമില്ലാതെ വീട്ടിൽ വഴക്ക്, അല്ലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കന്നിമൂലയിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക.